ना फलूदा हाँ फलूदा कुल्फी रबड़ी फलूदा കുൽഫി റബഡി ഫൽദ കുൽഫി റബഡി ഫൽദ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞാണ് ഞാൻ മറന്നു എല്ലാവരും അടിച്ച് തട്ടയാണ് ഇതാണ്ട നമ്മളവിടെ കിട്ടാൻ ഹരിദ്വാറിലെ ഒരു വലിയ പാലത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഹരിദ്വാറിലെ ഗംഗാ നദിയുടെ ഇരുകരകളിലും ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിന്ന് ആരതിക്ക് തയ്യാറായി നിൽക്കുന്നതും ആരതിക്ക് വേണ്ടി നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് ദീപസമർപ്പണത്തിനും കാണാം. രണ്ട് കരകളിലും നിറയെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഹരിദ്വാറിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇവിടുത്തെ ആരതി കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹരിദ്വാറിലെ ഒരു മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങണം, മാത്രമല്ല അവിടുത്തെ മാർക്കറ്റും അവിടുത്തെ ആ തിരക്കുമൊക്കെ ഒന്ന് കാണണം, അതനുഭവിക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന തരത്തിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കയറിയത്. വളരെ തിരക്ക് പിടിച്ച മാർക്കറ്റാണ്. ഇവിടെ നിരവധി മാർക്കറ്റുകളുണ്ടെന്നാണ് പറയുന്നത്. ജാവൽപൂർ മാർക്കറ്റുണ്ട്, മോട്ടി ബസാറ്, അതുപോലെ കൽക്കൽ ബസാറ്, അതുപോലെ ബാര ബസാർ, ഇങ്ങനെ നിരവധി ബസാറുകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ ആഹാര സാധനങ്ങൾ, അതുപോലെ ബേക്കറി സാധനങ്ങൾ, നിരവധി സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനവുമില്ല. തുണിത്തരം ഉൾപ്പെടെ എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. എന്തായാലും ഈ മാർക്കറ്റിൽ ഈ തിരക്കുകൾക്കിടയിൽ കൂടി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, ആ കാഴ്ചകൾ ഒന്ന് കാണാനും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ. കുറച്ച് ദൂരം നടന്നാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലെത്തിയത്. എന്തായാലും ചെറിയ വിശപ്പുണ്ട്, എന്തെങ്കിലും ഒരു ആഹാരം വാങ്ങി കഴിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രത്യേകയാർന്ന എന്തെങ്കിലും ഭക്ഷണം കിട്ടണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രകാശ് ഒരു കടയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഈ ഒരു ഭക്ഷണമാണ് വാങ്ങി തന്നത്. പക്ഷേ കഴിച്ചപ്പോൾ കൊള്ളാം, എന്തായാലും കഴിക്കുകയാണ്. പ്രകാശ് എന്തോ ഓർഡർ കൊടുത്തു, എന്തോ പേര് പറഞ്ഞ് ഓർഡർ കൊടുത്തു, അത്ര മാത്രം നമുക്കറിയാം. എല്ലാവരും അടിച്ച് തട്ടയാണ് ഇതാണ്ട. നമ്മളവിടെ കിട്ടാൻ ഫലൂദ ആ ഫലൂദ कुल्फी रबड़ी फलूदा കുൽഫി റബഡി ഫൽദ കുൽഫി റബഡി ഫൽദ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞാണ് ഞാൻ മറന്നു. കുൽഫി റബഡി ഫൽദ എന്നാണ് ഇതിന്റെ പേര്. ഫലൂദ എന്നാണ് ഇതിന്റെ പേര്. 70 രൂപയാണ് ഒരു ടിന്നിന്റെ വില. എന്തായാലും ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമുണ്ട്, നല്ല തണുപ്പുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ കഴിച്ചാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. ഇത് ഒരു ഉന്മേഷമുള്ള ഒരു സാധനമാണ്. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇതിൻ്റെ തൊട്ടടുത്തായി റൊട്ടി ഉണ്ടാക്കുന്ന കടയും കണ്ടു. ഞങ്ങൾ എന്തായാലും അതെല്ലാം കണ്ടിട്ട് നമ്മൾ കഴിച്ച ആഹാരം എന്തായാലും അതിൻ്റെ പേരെന്തോ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പെട്ടെന്ന് ആ ഒരു കഴിച്ചുമ്പോൾ തന്നെ നല്ല ഉന്മേഷമുണ്ട്, നല്ല തണുപ്പുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പാലുണ്ട്, ഐസ്ക്രീമുണ്ട്, പിന്നെ മുട്ടയുടെ അംശമുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഗതികളെല്ലാം ചേർത്തതാണ്. മനോഹരമായ ഒരു ഫുഡായിരുന്നു അത്. എന്തായാലും അത് കഴിച്ചപ്പോൾ ഒരു ഉന്മേഷമുണ്ട്. നടന്ന് തളർന്നു വന്നതിൻ്റെ ക്ഷീണം മാറി. ഇവിടെ പ്രത്യേകതരം ചായ തട്ടുകൾ, ആ ചായ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ ചായ കുടിക്കേണ്ട കാര്യം, കാരണം ഉള്ളിൽ തണുപ്പുള്ള ഒരു സാധനമാണ് കഴിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ എല്ലാം റൊട്ടി ഉണ്ടാക്കുന്നതും തന്തൂരി ഉണ്ടാക്കുന്നതുമായ കടകളും ധാരാളമുണ്ട്. ഇത് കണ്ട് ഞങ്ങൾ നടക്കുകയാണ് ഈ ഹരിദ്വാറിലെ മാർക്കറ്റിലൂടെ.
അടയാളം മുന്നേറ്റമാണ്. ഇപ്പൊ അടുത്തുള്ള പ്രസിദ്ധ സാധനങ്ങളൊക്കെ ഇവിടെ അച്ചാറുകളാണ്, വിവിധ തരത്തിലുള്ള അച്ചാറുകളാണ്. ഫോട്ടോ എടുക്കണം. ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചോ. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിനേക്കാളും തിരക്ക് ഉള്ള ഒരു മാർക്കറ്റാണ്. കാരണം ഇടുങ്ങിയ റോഡുകളുണ്ട്, ഇടുങ്ങിയ വഴികളുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ റോഡുകളിൽ കൂടി ധാരാളം വാഹനങ്ങളും കടന്നു പോകുന്നു. ടൂ വീലറുകൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷകൾ അതുപോലെ തന്നെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത്, വളരെ പ്രാചീന കാലത്തെ വാഹനമായ സൈക്കിൾ റിക്ഷ മുതൽ ഏറ്റവും ആധുനിക കാലത്തെ ഇലക്ട്രിക് ആട്ടോ വരെ ഈ റോഡിലൂടെ കടന്നു പോകുന്നു എന്നാണ്. നമ്മുടെ ഒരു പ്രത്യേകത. ഇത് സൈക്കിൾ റിക്ഷയാണ്. വളരെ പ്രായം ചെന്ന ഒരാളാണ് സൈക്കിൾ റിക്ഷയും കൊണ്ട് പോകുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് കഴിയുമ്പോൾ ബൈക്ക് ഒരു ആട്ടോ സൈക്കിൾ റിക്ഷയിൽ സാധനങ്ങളുമായിട്ടൊക്കെ പോകുന്നതാണ്. കാൽനട റിക്ഷയുമുണ്ട്. ഇത് ആട്ടോ ആണ്. ഇത് ഇലക്ട്രിക് ആട്ടോയാണ്. അതും ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക് ആട്ടോയാണ്. ഇതൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ പ്രദേശത്തെ ഈ മാർക്കറ്റിൽ കണ്ടത്. അതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി സ്കൂട്ടർ കടന്നു പോകുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.